Good morning. Once again, welcome back all. Yesterday we discussed about nature of management accounting. There 8 points were discussed. That was internal is that is management accounting is used for internal purpose. Then second one, interdisciplinary approach, that is we are using so many disciplines for the purpose of making managerial decisions, and management accountant use and explain the financial financial data on the basis of analyzing so many factors, etc. Then third, use of quantitative and qualitative information. Management both using quantitative as well as qualitative information. So then measure efficiency. Managerial accounting also helping to measure the efficiency. Then no fixed form followed, such as the financial accounting, that is profit and loss accounting and balance sheet. There is no fixed forms followed by the managerial accounting or accounting for management. Then accounting for future. Basically the management accounting is done for the future growth of the organization. All other things, that financial accounting is based on the past data, but management accounting is for future. Then assist management. The management accountant give proper direction to the manager, and the management can get easy solution to a problem. Then next one, increase efficiency. By doing all these things, management accounting provide an efficiency to our organization. That was yesterday's class. Then today we are going to next topic, that is functions of management accounting. What is the functions of management accounting? എന്താണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന ധർമ്മങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഒരു കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത ഈ ഒരു പോയിന്റിൽ കാണിക്കുന്നത്. പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ദെൻ മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, കമ്മ്യൂണിക്കേഷൻ, ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ, ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ, ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്ന് വിശദമാക്കിയിട്ട് അടുത്ത പേജുകളിൽ കാണിച്ചു തരുന്നുണ്ട്. ആദ്യ പോയിന്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. വാട്ട് ഈസ് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്? അതുപോലെ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ ആയി മാറുന്നത്? എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ചോ. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ് ആൻഡ് ആൾസോ മേക്കിംഗ് ഫോർകാസ്റ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ. മാനേജറെ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് തലപ്പത്തിരിക്കുന്ന ആളുകളെ ഫ്യൂച്ചർ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷനിൽപ്പെട്ട ഒന്നാണെന്ത്? പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഭാവിയിലേക്കുള്ളൊരു കാര്യം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഫോർകാസ്റ്റിംഗ് നടത്തി കൊടുക്കുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതിൻ്റെ ഫംഗ്ഷനിൽപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തതാണ് മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. That means management accounting modifies the accounting data by arranging them in such a way that it becomes useful for management. That means modification and verification of data എന്ന് പറഞ്ഞാൽ നമ്മുടെ ലഭ്യമായിട്ടുള്ള ഡാറ്റകൾ, അഥവാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ലഭ്യമായിട്ടുള്ള ഡാറ്റകളായിരിക്കാം, അതുപോലെ മറ്റെന്തെങ്കിലും ഡാറ്റ എന്തുമാവാം, അതിന് ഒരു മോഡിഫിക്കേഷൻ വരുത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഡാറ്റ അത് അതേ പ്രകാരം മാനേജ്മെൻറ്റ് തലപ്പത്തിരിക്കുന്നവർക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് പകരം അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് വെരിഫിക്കേഷനും നടത്തിയിട്ട് മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് കൈക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്ന ആ രീതി, അത് ഒരു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് modifies the accounting data by arranging them in such ഈ കാര്യങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് മോഡിഫിക്കേഷൻ വരുത്തുന്നത്.
ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ബിക്കംസ് യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ്. അത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഇത് മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. That is, the management accountant analysis and interpretation the accounting data in a simple way. നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡാറ്റകളെയൊക്കെ അനാലിസിസ് ചെയ്യുക. ഏത് ഡാറ്റ? ഫിനാൻഷ്യൽ ഡാറ്റകളെ. എന്നിട്ട് സിമ്പിൾ വേയിൽ അത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒരു റിപ്പോർട്ട് രൂപേണ ആക്കിയിട്ട് സിമ്പിളാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ പ്രസൻറ്റ് ദിസ് ഡാറ്റ വിത്ത് കമൻറ്റ്സ് ആൻഡ് സജഷൻസ് ബിഫോർ ദി മാനേജ്മെൻറ്റ്. ഇദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള ഈ ഡാറ്റ അനാലിസിസ് നടത്തിയിട്ട് റിപ്പോർട്ട് രൂപേണ മാനേജ്മെൻറ്റിന് നൽകുമ്പോൾ ആ ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെ? കമൻറ്റ്സ്, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കമൻറ്റ്സും അതുപോലെ സജഷൻസൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ഡാറ്റയെ മാറ്റിയിട്ടാണ് മാനേജ്മെൻറ്റിന് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അനാലിസിസ് നടത്തുക മാത്രമല്ല, അതിനൊന്ന് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുക കൂടി ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിൽ പെട്ട ഒന്നാണ്. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ മീൻസ് ഹി പ്രിപ്പയർ റിപ്പോർട്ട്സ് സ്യൂട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. ഹി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയപ്പെട്ട ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഹി പ്രിപ്പയർ റിപ്പോർട്ട്സ് സ്യൂട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. ഒരു കമ്പനിയിലെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, അതുപോലെ ലോവർ ലെവൽ. അത്തരത്തിൽ ഒരുപാട് ആർക്കൊക്കെയാണോ റിപ്പോർട്ട്സ് ആവശ്യമുള്ളത് ഈ വ്യക്തികൾക്കൊക്കെ ഡിഫറൻസ് ലെവലിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പാർട്ട് ഫ്രം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷനിൽ ഉള്ളിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് പുറമെ ആൾസോ കമ്മ്യൂണിക്കേറ്റഡ് ടു ഔട്ട്സൈഡേഴ്സ്, പുറമെയുള്ള വ്യക്തികളോട് കൂടി ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ് എക്സെട്ര. അത് മേ ബി ബാങ്ക് മുഖേനയാവാം, ഇൻവെസ്റ്റേഴ്സിനോടായിരിക്കാം, ക്രെഡിറ്റേഴ്സിനോടായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസി ആരോടുമായിക്കോട്ടെ. ഇത്തരത്തിൽ ഔട്ട്സൈഡേഴ്സുമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു ഫംഗ്ഷൻ ആരുടേതാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അഥവാ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ആ ഒരു സിസ്റ്റം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ടൂൾസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഇന്നലെ ക്ലാസ്സിൽ പറയപ്പെട്ടതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ മൊത്തം ഏകീകരിച്ച് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷനാണ്. അതാണ് ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ. ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ടൂൾസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ കോർഡിനേഷൻ. കോർഡിനേഷന് സഹായിക്കുന്ന ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു ഫംഗ്ഷൻ കൂടി ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിലാണ്. അടുത്തത് ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, മുൻ ക്ലാസ്സുകളിൽ പഠിച്ചൊന്നുണ്ട്. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുകയും പിന്നീട് ആക്ച്വലി നമ്മൾ അത്രത്തോളം ആ ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന ആ രീതി, അത് നമ്മൾ ആ രീതി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള റെമഡിയൽ ആക്ഷൻസും കൂടി കാര്യങ്ങൾ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ കൺട്രോൾ എന്ന മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പിംഗ് ഇൻ കൺട്രോൾ എങ്ങനെ? ദാറ്റ് ഈസ് ബജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എക്സെട്ര ആർ യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് ഓപ്പറേഷൻസ്. ഒരു കൺട്രോളിംഗ് എന്നുള്ളൊരു പ്രവർത്തനത്തിന് ഏതെങ്കിലും ഒരു തലത്തിലുള്ള അക്കൗണ്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല കൺട്രോളിംഗ് പോസിബിൾ ആവുന്നത്. ഏകദേശം നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടോ ആ അക്കൗണ്ട്സും
അതുപോലെ ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കൺട്രോളിങ് പോസിബിൾ ആവുന്നത്. അതെല്ലാം ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എല്ലാ അക്കൗണ്ട്സും ഉൾപ്പെടും. അത് മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള തലത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് മാത്രം. ദെൻ ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എങ്ങനെ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കണം. കച്ചവട സ്ഥാപനം, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നത് തന്നെ ഒരുപാട് കാലത്തേക്കുള്ള ഒരു തീരുമാനമാണ്. ഇന്ന് നമ്മളെടുക്കുന്ന തീരുമാനം ഭാവിയിൽ എങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മുഖേന മാനേജർക്ക് ലഭ്യമാകുന്നുണ്ട്. ദെൻ ഇത്രയും 7 പോയിൻറ്റ്സ് അത് ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട 7 പോയിൻറ്റ്സും നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ എന്നുള്ളതാണ്. ഫസ്റ്റ്, ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഈ മുൻപ് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അദ്ദേഹം ചെയ്യുന്നതിനെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അഥവാ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമുക്ക് അനാലിസിസ് നടത്താനും ഇൻ്റർപ്രിട്ടേഷൻ നടത്താനും ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, ആ കളക്ട് ചെയ്ത് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് മോഡിഫൈ വരുത്തുക എന്നുള്ളതൊക്കെ ഒബ്ജക്റ്റീവ്സിൽ പെട്ട ഒന്ന് തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവിൽ പെട്ടതാണ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് നെസസറി ഡാറ്റ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് നെസസറി ഡാറ്റ, നമ്മൾ ലഭ്യമായിട്ടുള്ള കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തന്നെയാണ്. ദെൻ മൂന്നാമത്തേതായിട്ട് ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻസ്, പ്ലാനിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ്സ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനുണ്ട്. അതുപോലെ തന്നെ കൺട്രോളിങ്ങിന് ആവശ്യമായിട്ടുള്ളതും ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള നെസസറി നിർബന്ധിതമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തന്നെയാണ്. ദെൻ മറ്റൊന്നാണ് ഇവാലുവേറ്റ് പെർഫോമൻസ്. ഈ കാര്യങ്ങളൊക്കെ മുൻപ് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എങ്ങനെയാണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അത്തരത്തിലുള്ള ഇവാലുവേഷൻ നടത്തുന്ന ഒരു ഒബ്ജക്റ്റീവും നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനുണ്ട്. ദെൻ ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് അഥവാ ജോലിക്കാരെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ എടുക്കുന്ന തീരുമാനങ്ങളും മറ്റുമൊക്കെ കമ്പനിക്കും അതുപോലെ തന്നെ എംപ്ലോയീസിനും ബെനിഫിറ്റ് ആവുന്ന തീരുമാനങ്ങളായിരിക്കും. അത്തരത്തിൽ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആർക്കും ഒരു ബേർഡൻ ആവാത്ത രീതിയിലുള്ള ഡിസിഷൻ കൈക്കൊള്ളുന്നതിലൂടെ മോട്ടിവേഷൻ എല്ലാവർക്കും ലഭ്യമാവും. അത് ഒരു ഒബ്ജക്റ്റീവാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. ദെൻ മറ്റൊന്ന് കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. നമ്മൾ ഡേ ബൈ ഡേ അനാലിസിസ് നടത്തി ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നതിലൂടെ കമ്പനി എല്ലാ കാര്യങ്ങളും ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അനാലിസിസ് നടത്തിയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ടോപ്പ് ലെവൽ മാനേജേഴ്സുമായിട്ട്. ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഉള്ളത് തന്നെ. ദെൻ മറ്റൊന്നാണ് ടു ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി എവിടെയൊക്കെ എന്തൊക്കെ താല്പര്യങ്ങൾ കമ്പനിക്കുണ്ട്, ഏതൊക്കെ രീതിയിൽ മുന്നേറണം എന്നൊക്കെ അനാലിസിസിലൂടെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ്റെ കോർഡിനേഷൻ ലഭ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും അതുപോലെ തന്നെ ഓർഗനൈസേഷനെ വെൽ സെറ്റപ്പ് ആക്കാനും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഒബ്ജക്റ്റീവാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. മറ്റൊന്നാണ് ടു ഹെൽപ്പ് ഇൻ പോളിസി മേക്കിംഗ്. നമ്മൾ പറയപ്പെട്ട പോലെ പ്ലാനിങ്ങും ഒക്കെ പറയപ്പെട്ടതുപോലെ തന്നെ ഉള്ള ഒന്നാണ് പോളിസി. അതിൽ ബജറ്റ് അതുപോലെ പ്ലാനിങ് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ പ്ലാനിങ്ങിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട്
ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പോളിസി, റൂള്, ബജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടാക്കി തിരിക്കാറുണ്ട്. പോളിസി മേക്കിങ്ങിന് നമ്മൾ സഹായകമാകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് എന്ത്, പോളിസി മേക്കിംഗ്. ദെൻ ടു പ്രിപ്പയർ റിപ്പോർട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് രൂപേണ ഒരു ഒറ്റ വേർഡിൽ ഒതുക്കാൻ കഴിയുമെങ്കിൽ അത്രക്കും സിമ്പിളാക്കിയിട്ട് ഒതുക്കിയിട്ട് മാനേജ്മെൻറ്റിന് ലഭ്യമാകുന്ന രീതിയിൽ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവൊക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതിൻ്റെ ഒരു വ്യാപ്തി അഥവാ അതിൻ്റെ സ്കോപ്പ്, സാധ്യതകൾ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും സ്കോപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ കാര്യമായിട്ട് അർത്ഥമാക്കേണ്ടത് എത്രത്തോളം വിശാലമായിട്ട് കിടക്കുന്നുണ്ട് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ മേഖലകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഈ സ്കോപ്പ് എന്നുള്ളതിൽ അർത്ഥമാക്കാം. ശ്രദ്ധിക്കുക. ദ 7th കോൺഫറൻസ് ഓഫ് അക്കൗണ്ടൻസ് ഹെൽഡ് അറ്റ് ആംസ്റ്റർഡാം ഇൻ 1957 has recommended the inclusion of the following subject in the framework of management accounting. 1957 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു കോൺഫറൻസിൽ, അക്കൗണ്ടൻസ് കോൺഫറൻസിൽ പറയപ്പെട്ടിട്ടുണ്ട്, തുടർന്ന് വരുന്ന കാര്യങ്ങൾ എന്തായാലും ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉൾക്കൊണ്ടിരിക്കണം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഒരുപാട് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഡിസിപ്ലിനറി അപ്രോച്ചിൽ തുടർന്ന് വരുന്ന ചില കാര്യങ്ങൾ എന്തായാലും ഉൾക്കൊള്ളിച്ചിരിക്കണം. അത് അത്രയും ഭാഗങ്ങൾ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉൾക്കൊള്ളുന്നതാകുമ്പോഴാണ് അത് വലിയ വ്യാപ്തി, അതിൻ്റെ സ്കോപ്പ് വിശാലമായി മാറുന്നത്. ഏതൊക്കെയാണ് അത് എന്ന് നമുക്ക് നോക്കാം. സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അഥവാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഡാറ്റകൾ, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അനാലിസിസിന് വിധേയമാക്കുന്നുണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്, നമ്മുടെ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഈ എത്ര കോസ്റ്റ് എങ്ങനെയൊക്കെ അലോട്ട് ചെയ്തു, ഏതൊക്കെ രീതിയിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഇതിൽ പഠിക്കുന്നുണ്ട്, വിശകലനം നടത്തുന്നുണ്ട്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും അനാലിസിസിന് വിധേയമാക്കുന്നത്. ദെൻ ടാക്സ് അക്കൗണ്ടിങ്, ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ടാക്സ് പ്ലാനിങ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ബേർഡനാണ്. അതിന് പ്രത്യേകിച്ച് ഒരാൾ നിയമിക്കേണ്ട സാഹചര്യമൊക്കെയാണ്. കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാക്സ് റൂൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടാക്സ് പ്ലാനിങ്ങിന് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കണം. അതും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്കോപ്പിൽ പെടും, അഥവാ അതിൻ്റെ വ്യാപ്തി അത്രത്തോളമുണ്ട്. ദെൻ റിപ്പോർട്ടിംഗ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പെട്ടതാണ്. ഓഫീസ് സർവീസ്, അഥവാ ഓഫീസിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും ഡേ ബൈ ഡേ വരുന്ന കാര്യങ്ങളിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നല്ലൊരു മുഖ്യമായിട്ടുള്ള പങ്ക് തന്നെ വരുന്നുണ്ട്. ഇൻവേർഡായിട്ടും ഔട്ട്വേർഡായിട്ടും വരുന്ന മെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും മറ്റുമൊക്കെ അതിൽപ്പെടും. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റ്, അഥവാ നമ്മുടെ കമ്പനിക്ക് അകത്ത് നിന്ന് തന്നെ പെർഫോമൻസിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് പേജിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പായി മാറിയത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിലേറ്റ്സ് ടു ദി റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ തന്നെയാണ്. ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞത് തന്നെ, ഇനി ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുണ്ട്. ബാക്കി ശ്രദ്ധിക്കുക. ഇറ്റ് സപ്ലൈസ് മാക്സിമം ഡാറ്റ ടു ദ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനൊക്കെ മാക്സിമം ഡാറ്റ സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് തന്നെയാണ് ബേസിക്കലി. Then next one, cost accounting. Setup for recording and ascertaining the cost. Cost accounting സെറ്റപ്പ് ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കോർഡിംഗ് ആൻഡ് അസർട്ടൈനിങ് ദ കോസ്റ്റ്. ബേസിക്കലി കോസ്റ്റ് റെക്കോർഡ് ചെയ്യാനും അത് അസർട്ടൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് സച്ച് ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കൺട്രോൾ, മാർജിനൽ കോസ്റ്റിംഗ് എക്സെട്ര ഫോർ പ്ലാനിങ്, കൺട്രോളിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ പ്ലാനിങ്ങും കൺട്രോളും ഡിസിഷൻ മേക്കിങ്ങിന് സമയത്ത് ബെറ്ററായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്
മാനേജറെ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ പറയപ്പെട്ട കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ബജറ്ററി കൺട്രോൾ കോസ്റ്റിൽ വരുന്നുണ്ട്, മാർജിനൽ കോസ്റ്റിങ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് കോസ്റ്റ് റിലേറ്റഡ് ഡാറ്റ ടു ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് കോസ്റ്റ് റിലേറ്റഡ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയാണ്. then അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സിൽ എത്രത്തോളം എന്ന് നോക്കുമ്പോൾ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ലൈക്ക് ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി എക്സെട്ര ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ല. അത് കഴിഞ്ഞ വർഷങ്ങളിലും ഇനി വരും വർഷങ്ങളിലൊക്കെ എങ്ങനെ നമ്മുടെ കമ്പനിയെ ബാധിക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ടൂൾസും കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് മറ്റൊരു മേഖല തന്നെയാണ്. ദെൻ അടുത്തത് ടാക്സ് അക്കൗണ്ടിങ്. ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ് ടാക്സ് അക്കൗണ്ടിങ് എന്താണ്. ഇൻ ദി പ്രസൻറ്റ് കോംപ്ലക്സ് ടാക്സ് സിസ്റ്റം, ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു ടാക്സ് സിസ്റ്റത്തിൽ ടാക്സ് പ്ലാനിങ് ബിക്കംസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ടാക്സ് പ്ലാനിങ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ്. കാരണം ചെറിയ തോതിലൊന്നുമല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം കാര്യങ്ങളും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനുള്ള ടാക്സ് തോന്നിയ പോലെ ചിലവഴിക്കാതെ നമുക്ക് ലഭ്യമായിട്ടുള്ള എക്സംഷൻസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കീഴിച്ചിട്ട് വളരെ മിനിമം എമൗണ്ട് പേ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ കഴിയും. അത് നല്ല രീതിയിൽ അറിവുള്ള, ടാക്സിനെ കുറിച്ച് അറിവുള്ള പ്രാക്ടീഷണേഴ്സിനെ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യൽ ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്കോപ്പ് ടാക്സ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പെട്ട ഒരു ഡിസിപ്ലിനായിട്ട് മാറിയിരിക്കുകയാണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ദ ഫേം ഫാൾ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മുടെ കമ്പനിയുടെ ടാക്സബിൾ ഇൻകം എത്രയാണ്, ടാക്സ് ലയബിലിറ്റി എത്രയാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്യുകയും ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പെട്ടിട്ടുള്ള ഒന്നാണ്. ദെൻ അടുത്തത് റിപ്പോർട്ടിംഗ്. ദ ബേസിക് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഈസ് ടു പ്രിപ്പയർ റിപ്പോർട്ട്സ്. ബേസിക്കായിട്ട് എല്ലാ അക്കൗണ്ട്സും നോക്കി അനാലിസിസ് നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക്കായിട്ടൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം. റിഗാർഡിംഗ് ദ ഫങ്ഷനിങ് ഓഫ് ദ എൻ്റർപ്രൈസസ് ആൻഡ് സബ്മിറ്റ് ദ സെയിം ടു ദ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫങ്ഷൻ എങ്ങനെയാണ്, ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് സമർപ്പിക്കുക എന്നുള്ളത് റിപ്പോർട്ടിംഗ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. മാനേജ്മെൻറ്റ്സ് ടേക്സ് പ്രോപ്പർ ഡിസിഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദിസ് റിപ്പോർട്ട്. ഈ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജർ ഭാവിയിലേക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അടുത്തത് ഓഫീസ് സർവീസസ്. ഓഫീസ് സർവീസ് എന്ന് പറഞ്ഞാൽ ദ ഓഫീസ് റൂട്ടീൻ ഈസ് കൺട്രോൾഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഡേ ബൈ ഡേ, ഡേ ടു ഡേ നമ്മുടെ ഓഫീസിൽ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇത് കൺട്രോൾ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ആ ഒരു വലിയ മേഖലയിൽ ഉൾക്കൊള്ളുന്ന ഒന്ന് തന്നെയാണ്. ബാക്കി ഒന്ന് ശ്രദ്ധിക്കുക. ഹി ഹാസ് ടു ഡീൽ വിത്ത്, എങ്ങനെയൊക്കെയാണ് ഈ ഓഫീസ് ഫംഗ്ഷനിൽ സഹായിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഹി ഹാസ് ടു ഡീൽ വിത്ത് ഡാറ്റ പ്രോസസ്സിങ്. ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ഫയലിംഗ്, കോപ്പിയിങ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റിംഗ്. ഈ ഡാറ്റകളൊക്കെ ഫയലിംഗ് നടത്തുന്നതിനും അത് കോപ്പി എടുക്കുന്നതിനും ഡ്യൂപ്ലിക്കേറ്റിംഗ് നടത്തുന്നതിലൊക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീലിംഗ് ഓഫ് ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് ഇമെയിൽസ്, ബിസിനസ്സിലേക്ക് വരുന്നതും അതുപോലെ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് സെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള മെയിലും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബാധ്യത തന്നെയാണ്. അതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പിൽ പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. അടുത്തതാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഈസ് കമ്പയർഡ് വിത്ത്
പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽസ് കമ്പയർഡ് വിത്ത് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യും ആരുമായിട്ട്? പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്, മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ച സ്റ്റാൻഡേർഡുമായിട്ട് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണ് മെയിനായിട്ട് നമ്മൾ ഈ കൺട്രോളിങ് അതുപോലെ ഓഡിറ്റിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഓഡിറ്റിങ് നമ്മൾ മറ്റൊരു ഓഡിറ്റിങ് നമുക്കറിയാം, ഒരു ഔട്ട്സൈഡ് പാർട്ടീസ് നടത്തുന്ന ഓഡിറ്റ്, അഥവാ നമ്മുടെ അക്കൗണ്ട്സ് ചെയ്ത കാര്യങ്ങൾ ശരിയാണോ കറക്റ്റാണോ എന്ന് നോക്കുന്ന ഓഡിറ്റ്, അത് നിർബന്ധമായിട്ടുള്ള ഓഡിറ്റ് മറ്റൊന്നാണ്. അതല്ല ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. ഇൻറ്റേർണൽ ഓഡിറ്റ് അസിസ്റ്റ് ദി മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള വ്യക്തികളുടെ ഇപ്പോഴത്തെ പെർഫോമൻസും അവർക്ക് എത്രത്തോളം ചെയ്യാൻ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിൽ ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് ഇൻറ്റേർണലി മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ളത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കിയത്. ദെൻ മറ്റൊന്ന്, ഓക്കെ, ഇത്രയും പോയിൻറ്റ്സാണ് നമ്മളതിൻ്റെ സ്കോപ്പിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ പറയപ്പെട്ട 7 പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പറയപ്പെട്ടതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ടാക്സ് അക്കൗണ്ടിങ്, റിപ്പോർട്ടിംഗ്, ഓഫീസ് സർവീസ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ദെൻ നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് ചില പ്രിൻസിപ്പിൾസ് അഥവാ റൂൾസ് ആൻഡ് സം റൂൾസ് ആർ ദർ. നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട് തന്നെയായിരിക്കും അതും. നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനൊക്കെ ചെയ്യുന്നത് ഒരു നിയമമുണ്ട്. ആ നിയമം പോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? കുറച്ച് പോയിൻറ്റ്സുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ചെറിയ പോയിൻറ്റ്സാണ് എങ്കിലും ഓർത്തു വെക്കാനും എളുപ്പമാണ്, പഠിക്കൽ നിർബന്ധവുമായിട്ടുള്ളൊരു പോയിൻറ്റ്സുകൾ തന്നെയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ എന്താണ്? എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, മാനേജർ പേ അറ്റൻഷൻ ഓൺലി അൺയൂഷ്വൽ എക്സെപ്ഷണൽ പ്രോബ്ലംസ്. നമ്മുടെ കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും. ആ വ്യക്തികൾ എല്ലാ കാര്യങ്ങളും, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നിന്നാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനല്ലേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ടോപ്പ് മാനേജ്മെൻറ്റ് ചില കാര്യങ്ങളിൽ മാത്രം തീരുമാനം കൈക്കൊണ്ടാൽ മതി. എത്തരത്തിലുള്ള അൺയൂഷ്വൽ അതുപോലെ എക്സെപ്ഷണൽ പ്രോബ്ലംസ്, സാധാരണഗതിയിൽ കമ്പനിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ അതിൻ്റെ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, അവർ ചെയ്തുകൊള്ളും. ടോപ്പ് മാനേജ്മെൻറ്റ് എക്സെപ്ഷണൽ കേസ് മാത്രമേ ഡീൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ ഉൾക്കൊണ്ട് നിർണ്ണയിച്ച് പോകാൻ പറ്റും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി. ലൈസ് എംബസിസ് ഓൺ ആക്യുറേറ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. എ സിസ്റ്റമാറ്റിക് പ്രിഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ ഈസ് ആൾസോ മെയ്ഡ്. ഇവിടെ ഒരു ഒബ്ജക്റ്റിവിറ്റി, നമ്മുടെ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു പോവുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളത് പ്രിഡിക്ഷൻ നടത്താനും മറ്റുമൊക്കെ ഒരു സാഹചര്യം ലഭിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു ശൃംഖല പ്രവർത്തിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്സ് ആണ് എന്ത്? കൺസിസ്റ്റൻസി. ശ്രദ്ധിച്ചോ, ഇൻ ഓർഡർ ടു മേക്ക് എ മീനിങ് ആൻഡ് യൂസ്ഫുൾ കമ്പാരിസൺ ഓഫ് ഇൻഫർമേഷൻ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എന്നാണ് കേട്ടോ, ആൻഡ് പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് ബേസിസ് ഇയർ ആഫ്റ്റർ ഇയർ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഡിപ്രീസിയേഷൻ്റെ കേസിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിമിനിഷിങ്
അതിലേറെ നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ കഴിയും. കോസ്റ്റ് കാൽക്കുലേഷൻ്റെ സമയത്ത് ഒരു സമയത്ത് നമ്മൾ ഏത് രീതിയിലാണോ ഈ വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് പ്രൈസ്, അതുപോലെ തന്നെ മേ ബി മറ്റെന്തെങ്കിലും രീതി, ബേസിസ്, എന്ത് ബേസിസാണോ നമ്മൾ എടുത്തത് അതേ ബേസിസ് തന്നെ ഇയർ ബൈ ഇയർ അടുത്ത വർഷം അതേ ബേസിസ് തന്നെയായിരിക്കണം നമ്മൾ കൈക്കൊള്ളുന്നത്. ഈ വർഷം എടുത്ത ബേസിസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലാഭമായിരിക്കില്ല ചിലപ്പോൾ അടുത്ത വർഷത്തെ ബേസ് ഇയറും അല്ലെങ്കിൽ ബേസിസും മാറ്റിയാൽ നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ വർഷവും ബേസിക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ്, ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടീസിലും മാറ്റങ്ങളും തിരുത്തലുകളോ അങ്ങനെയുള്ളൊന്നുമില്ല. അതൊരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത അവിടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം എന്നർത്ഥം. അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റെലവൻസി. റെലവൻ്റ് ആയിരിക്കണം. ഫോക്കസ് ഇറ്റ്സ് അറ്റൻഷൻ ഓൺ റെലവൻ്റ് ഡാറ്റ. ഇറെലവൻ്റ് ഡാറ്റ ആർ ഓഫ് നോ യൂസ് ടു മാനേജ്മെൻറ്റിന് ഇപ്പോൾ ഒരു സാധാരണ ഒരു എംപ്ലോയിക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയിട്ട് മാനേജർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വെച്ചിട്ട് അനാലിസിസ് നടത്തുകയാണ്. ഈ ഒരു പ്രോസസ്സിങ് നടത്തിയിട്ട് ഒരു 0.50 കാര്യം കിട്ടിയെന്ന് വെക്കുക. അതിൽ അക്കൗണ്ട്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നോക്കുമ്പോൾ ഒരു 0.50 എന്നുള്ള 50 ഉണ്ട്. പക്ഷെ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഈ ഡാറ്റ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ആ 50 കണക്കൊന്നും അതിൽ കൊടുക്കണം. നമ്മളൊരു ആക്യുറേറ്റ് ആയിട്ട് ഒരു ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത് തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റെലവൻസി. റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളതിന് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് അടുത്തത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻ്റഗ്രേഷൻ ഓഫ് ആൾ മാനേജീരിയൽ ഇൻഫർമേഷൻ. ഇവിടെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എല്ലാ മാനേജീരിയൽ ഇൻഫർമേഷനും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ഇൻഫർമേഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല, ഇതെല്ലാം മൊത്തത്തിൽ കമ്പനീനെ മൊത്തം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻഫർമേഷൻസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ ലഭ്യമാവും. മറ്റൊന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിവാലുവേഷൻ. എന്ന് പറഞ്ഞാൽ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ റിവാല്യൂ ചെയ്തിട്ടുള്ള കോസ്റ്റും കാര്യങ്ങളാണ് ഇവിടെ എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബിസിനസ് തുടങ്ങി അന്ന് ഉണ്ടായിരുന്ന എമൗണ്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും ഫിക്സ്ഡ് അസറ്റിലും മറ്റുമൊക്കെ. അപ്പോൾ റീവാല്യൂ ചെയ്തിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത്. ദെൻ മറ്റൊന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപയോഗിക്കുന്ന ആ ഒരു രീതി. That means should reveal whether or not the resources are judiciously and profitably used. നമ്മുടെ ബിസിനസ്സിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് പ്രോഫിറ്റബിളി അതുപോലെ തന്നെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ടോ, അതിൻ്റെ ആ ഒരു ഉപയോഗം മാക്സിമം കമ്പനിയിലേക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കിയിട്ട് തന്നെയാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുള്ളൂ. അത് ഈ ഒരു പ്രിൻസിപ്പിളിൽ പെട്ടെന്നാണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്യുറസി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇത്രയും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് അധികം പോയിൻറ്റ്സുകളുണ്ട്, എല്ലാം നോട്ടിൽ എഴുതി തയ്യാറാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.